ഉണ്ണിയുടെ ഇതുവരെയുള്ള ചിത്രം എടുത്തു നോക്കിയാൽ ഭൂരിഭാഗം സിനിമയിലും സ്റ്റാർഡം ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ് ഉണ്ണി കൂടുതലും ചെയ്തിരിക്കുന്നത്. ഇത് ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നു. ബോധപൂർവമല്ല, എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയായി പോയി. മീൻസ് മല്ലു സിംഗിന് ശേഷം എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന സ്ക്രിപ്റ്റ്സും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകളാണ് വരുന്നത്. അപ്പോൾ അതിനെ മാച്ച് ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അത് എക്സാക്ട്ലി ഒരു സ്റ്റാർഡമിലേക്ക് പോകുന്ന രീതിയിലല്ല, ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും ഞാൻ എടുക്കാറുണ്ട്. എൽദോ എന്ന ക്യാരക്ടറിനെ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ ആക്ടിങ് കാലിബറിനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറിനെ ആയിരിക്കും. അതേപോലെ ഞാനിപ്പോൾ ഹരികുമാർ സാറിൻ്റെ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കാറ്റും മഴയും. ആ സിനിമ ലിവർ സിറോസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഒരു ഹാജിയറിന് വരുന്നൊരു പ്രശ്നത്തിൽ ഒരു നമ്പൂതിരി പയ്യൻ ഇൻവോൾവ് ആവുന്നു, അത് മതത്തിൻ്റെ പ്രശ്നങ്ങളായി മാറുന്നു. അത് സീരിയസ് മൂവീസും ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രശ്നം എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് മല്ലു സിംഗ് ആണ് കൂടുതൽ ആൾക്കാർ കണ്ടേക്കണേ. എൻ്റെ ഫസ്റ്റ് സിനിമയായ ബോംബെ മാർച്ച് അധികം റീച്ച് ആയിട്ടില്ല ജനത്തിൻ്റെ ഇടയിൽ. അത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് കൂടി കൊടുക്കുന്നൊരു സിനിമയായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള സിനിമയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിന്യൂ ആവുമെന്നാണ് വിശ്വാസം. സ്റ്റാറാകാൻ വരുന്നവർ പിന്നീട് നടന്മാരാകുന്നതും മലയാള സിനിമ കണ്ടു. ഉണ്ണിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നല്ലൊരു സ്റ്റാർ എപ്പോഴും നല്ലൊരു ആക്ടർ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന മമ്മൂക്ക ആയാലും ലാലേട്ടനായാലും കുറേ നാഷണൽ അവാർഡ്സും സ്റ്റേറ്റ് അവാർഡ്സും മേടിച്ച ആൾക്കാർ തന്നെയാണ്. നല്ല ആക്ടേഴ്സാണ്, സൂപ്പർ സ്റ്റാർസാണ്, മെഗാ സ്റ്റാർസാണ്. ഞാനും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നു, നല്ലൊരു ആക്ടറാവണം. ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ മമ്മൂക്കയും ലാലേട്ടൻ പോലെ ഒരു വലിയ ആക്ടറാവണമെന്ന് ആഗ്രഹമുണ്ട്. അവരൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനിതും ചെയ്യണത്. അപ്പോൾ ഞാൻ പിന്നെ പേഴ്സണലി ഒരു കൊമേഴ്ഷ്യൽ സിനിമ മാത്രം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് സിനിമ മാത്രം ചെയ്യുന്നതല്ല. എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ. 3 വർഷം മുമ്പ് ഉണ്ണിയോട് സംസാരിച്ച രീതിയിലല്ല ഉണ്ണി ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു ആക്ടർ എന്ന രീതിയിൽ എത്ര മെച്യൂറായി ഉണ്ണി ഇപ്പോൾ? 3 വർഷം മുമ്പ് എനിക്ക് 22 വയസ്സായിരുന്നു, ഇപ്പോൾ 25 വയസ്സായി. അപ്പോൾ ആ ഒരു മാറ്റമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ചില കാര്യങ്ങൾ പഠിച്ചു. ആസ് എൻ ആക്ടർ ഞാൻ തീർച്ചയായിട്ടും ഗ്രോ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പെർഫോമൻസിൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് മാറിയിട്ടുണ്ട്. ഇന്ന് ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ പണ്ടത്തെ ആ ഒരു പേടിയില്ല, ക്യാമറയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ ക്യാമറ റോളെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഓരോ ടേക്ക് പോയിട്ട് മോണിറ്ററിൽ പോയി കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. ആ വക പ്രൊഫഷണൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. പിന്നെ പ്രായത്തിൻ്റെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബോഡി ബിൽഡിംഗ് സ്റ്റൈൽ ഒരു നടൻ്റെ വളർച്ചയ്ക്ക് ഇത് എത്രമാത്രം സഹായകരമാകുമെന്നാണ് ഉണ്ണി കരുതുന്നത്? സോറി ഏട്ടാ, കേട്ടില്ല. ബോഡി ബിൽഡിങ്ങും സ്റ്റൈലും ഒരു നടൻ്റെ വളർച്ചയ്ക്ക് ഇത് എത്രമാത്രം സഹായകരമാകുമെന്ന് താങ്കൾ കരുതുന്നു? നല്ലൊരു ഫിസിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എൻ്റെ കരിയറിൽ എൻ്റെ ശരീരം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മല്ലു സിംഗ് എന്നൊരു സിനിമ, ബാങ്കോക്ക് സമ്മർ എന്ന സിനിമ എനിക്ക് കിട്ടിയത് എൻ്റെ ഫിസിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് മല്ലു സിംഗ് എന്നൊരു വ്യക്തി ഇങ്ങനെ ആയിരിക്കണം എന്നൊരു സ്കെച്ച് ഉണ്ടായിരുന്നു. ആ സ്കെച്ചിൽ ഞാൻ ഫിറ്റായി. അതിലെൻ്റെ ശരീരം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഒരു നടനാവാൻ ഒരിക്കലും 6 പാക്കോ അല്ലെങ്കിൽ ഒരു നല്ല ഫിസിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എക്സസൈസ് തുടങ്ങിയത് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോഡി ബിൽഡിങ്ങിനോടും ഒരു ശരീരഭംഗി വെക്കണം എന്നൊരു പേഴ്സണലായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് സിനിമയിൽ എത്തിയപ്പോൾ അത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെയും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. പിന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് ഒരാൾ കോൺഷ്യസ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ല. ഒരു പേഴ്സണലി ഒരു വ്യക്തി ഒരു യുണീക്ക് ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവും. അത് കുറേ പടങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാരെ അത് നോട്ടീസ് ചെയ്തിട്ട് അത് ഇന്ന ആളുടെ ഒരു സ്റ്റൈലാണെന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് അത് സ്റ്റൈലാവുന്നത് വിശ്വാസം. പിന്നെ ഞാൻ പേഴ്സണലി അങ്ങനെ ഇപ്പോൾ ആ വക കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ കോൺസെൻട്രേഷൻ മിക്കവാറും കിട്ടുന്ന ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി എത്രയും നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അത് പെർഫോം ചെയ്യാനാണ്. ഉണ്ണി, പാതിരാമണലിലേക്ക് തിരിച്ചെത്താം. ചിത്രത്തിലെ പാട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? സോങ്സ് മ്യൂസിക് ഈ സിനിമയിൽ ചെയ്തത് അഫ്സൽ യൂസുഫാണ്. അഫ്സലേട്ടനോടൊപ്പം ഞാൻ എൻ്റെ 2ാമത്തെ സിനിമയാണ് ബോംബെ മാർച്ച് എന്ന സിനിമയിൽ മ്യൂസിക് കൊടുത്ത ചേട്ടനാണ് അഫ്സൽ യൂസുഫ്. ചക്രമാവിൻ കൊമ്പത്ത് ആദ്യമായിട്ട് സുണ്ണികം മലയാളത്തിൽ വന്ന് പാടിയ ഒരു സോങ് ആയിരുന്നു.
അതേപോലെ അത്രയും ഹിറ്റായിട്ട് സോങ് തന്നെയാണ് പാതിരാമണിലും ആലോലം. ആ സോങ് എനിക്ക് പാടാൻ വയ്യ, പക്ഷേ നജീം അർഷദും പിന്നെ മൃദുല നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാനും രമ്യനെ ഫീച്ചർ ചെയ്യുന്ന ഒരു റൊമാൻറ്റിക് ഡ്യുവറ്റാണ്. അതുപോലെ ശ്രേയാ ഘോഷാൽ ഈ സിനിമയിൽ ഒരു സോങ് പാട്ട് പാടിയിട്ടുണ്ട്. അത് രമ്യ നബീഷിൻ്റെ സിനിമയിൽ ലൈഫ് കാണിക്കുന്ന ചില മൗണ്ടൻ ഷോട്ട് വെച്ചിട്ടുള്ള ഒരു സോങ്ങാണ്. അങ്ങനെ 2-3 നല്ല സോങ്സ് ഉണ്ട് സിനിമേനെ. ഞങ്ങൾ ഈ പാട്ട് സ്പെസിഫിക്കലി ഞങ്ങൾ ഹർത്താലുള്ള ദിവസമാണ് ഞങ്ങൾ ഒളിഞ്ഞിരുന്ന് ഷൂട്ട് ചെയ്തത്. ബിക്കോസ് സിനിമ റിലീസ് അടുത്തായപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള സോങ് ആയിരുന്നു. അത്രയും മസ്റ്റ് ആയതുകൊണ്ട്, മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് മാറ്റി വെക്കാണ്ട് അന്ന് ഷൂട്ട് ചെയ്തത്. സോ സിനിമേനെ അത്രയും ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തപ്പോൾ നല്ല അഭിപ്രായം വന്നിരിക്കുന്നു. ഉണ്ണി പുതിയ തലമുറ ചെയ്യുന്ന പുതുതലമുറ എന്ന് പറയപ്പെടുന്ന ചിത്രങ്ങളിൽ ഉണ്ണിയെ കാണാറില്ല. അത്തരം സിനിമകൾ ഉണ്ണിയെ തേടി വരാത്തതാണോ, അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഒഴിവാക്കുന്നതാണോ? സാർ, എൻ്റെ അടുത്ത് ഈ സ്പെസിഫിക്കലി പ്ലോട്ട് ചെയ്യുന്ന ഈ ന്യൂ ജനറേഷൻ കൈൻഡ് ഓഫ് മൂവീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഈ അടുത്തായിട്ട് വന്നത് ഈ കുറച്ച് ബോൾഡ് സബ്ജക്ട്സ് ആണ്. അത് ഇപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ബ്ലണ്ട്ലി പറഞ്ഞാൽ കുറച്ച് സെക്സ് പ്രോമിനൻസ് കൊടുക്കുന്ന ക്യാരക്ടേഴ്സും ആ രീതിയിൽ ഉള്ള ഡയലോഗ്സൊക്കെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ നോക്കുന്നത് കുറച്ചും കൂടി ഫാമിലി എൻ്റർടൈനേഴ്സും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള സിനിമകളാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ സിനിമയിൽ അതില്ലേ ഈ സോ കോൾ തിങ്സ് ഇല്ലെങ്കിലും സിനിമ ഒരു എൻ്റർടൈനർ ആവുമെന്ന് വിശ്വസിച്ച് സിനിമകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ കംഫർട്ടബിൾ ഇല്ലാത്ത ഒരു കാര്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അത് ചിലപ്പോൾ ചെയ്യാൻ പോയാൽ അത് നന്നാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഈ അടുത്തായിട്ട് വന്നപ്പോൾ വന്ന ചില പാറ്റേണിലുള്ള സിനിമ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് പുതിയൊരു ആഡ് ഫിൽം മേക്കറിൻ്റെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അഗെയിൻ ഈ സിനിമ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ സിനിമ തന്നെ ആയിരിക്കും. ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ടാവും, പക്ഷേ ചിലപ്പോൾ ഈ പറഞ്ഞ സ്ലോട്ടിൽ ഫിറ്റ് ആവില്ല. ഉണ്ണി, നാളെ പാതിരാമണൽ മോർണിംഗ് ഷോ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് എന്ത് പ്രതീക്ഷിക്കാം? നല്ലൊരു സിനിമ പ്രതീക്ഷിക്കാം. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അധികം എക്സ്പെക്റ്റേഷൻ വെക്കേണ്ട നല്ലൊരു സിനിമ കാണാൻ പോകുന്ന രീതിയിൽ പോവുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ, നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി, ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ണി, ഒരു ചോദ്യം കൂടെ. ഒരു സിനിമാ നടി വിവാഹം കഴിക്കാനാണ് ആഗ്രഹമെന്ന് ഉണ്ണി മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആളെ കണ്ടെത്തിയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സിനിമ നടിയെ കല്യാണം കഴിക്കില്ല എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. പക്ഷേ അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ കരിയറും എൻ്റെ സിനിമയാണ്. അപ്പോൾ തൽക്കാലം ആ രീതിയിലുള്ളൊരു ചിന്ത പോയിട്ടില്ല. പിന്നെ സീരിയസ്ലി അങ്ങനെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി മറ്റൊരാളുടെ ഒപ്പം സിനിമയിൽ അഭിനയിക്കുന്നത് കാണാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് മാത്രം ആണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഹീറോയിൻസിനോട് എനിക്ക് എതിർപ്പോ അല്ലെങ്കിൽ മറ്റേ തമ്മിലുള്ള ഒരു മാനസികമായ പ്രശ്നമായിരിക്കും. അത് പിന്നെ എൻ്റെ മാരേജിനെ ബാധിക്കുന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഭയങ്കര നാരോ മൈൻഡഡ് ആയ ഒരു തോട്ടാണ്. പക്ഷേ അത് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റുന്നില്ല. തൽക്കാലം സിനിമാ നടീനെ കല്യാണം കഴിക്കില്ല. വളരെ നന്ദി ഉണ്ണി. പാതിരാമണലിനും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു.